എല്ലാവർക്കും SFK സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ബിയോണ്ട് ഫിയർ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന പാഠഭാഗമാണ്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് യൂണിറ്റിൻ്റെ പേര് പറയാം. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ് അർത്ഥം. ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയത്തിനപ്പുറം. അടുത്തതായി മഹാത്മാഗാന്ധിയുടെ കോട്ട് നോക്കാം. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദർ സ്ട്രെങ്ത്. ഒരു യഥാർത്ഥ ഹീറോ അവൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ ശക്തി കൊണ്ടല്ല ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, നിർവചിക്കപ്പെടുന്നത്, ബട്ട് മറിച്ച് ബൈ ദർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ നയിക്കാനും അവരെ ഇൻസ്പയർ ചെയ്യാനും, ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക, അവരെ പ്രചോദിപ്പിക്കാനുമുള്ള കഴിവിനനുസരിച്ചാണ് ഒരു യഥാർത്ഥ ഹീറോയെ നിർവചിക്കപ്പെടുന്നതെന്നാണ് മഹാത്മാഗാന്ധിയുടെ കോട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത പേജിൽ നമുക്ക് കുറേ ഹീറോകളായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ കാണാം. നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇതൊരു ലിറ്റിൽ ഹീറോയെ കുറിച്ചിട്ടുള്ള കഥയാണ്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം. ചെറിയ കൈകൾ വലിയ ധൈര്യം. ചെറിയ കൈകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളുടെ കൈകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കഥ ദിൽനയുടെയും അവൻ്റെ സഹോദരനായിട്ടുള്ള ഐസക്കിൻ്റെയും കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം അല്ലെങ്കിൽ പിറകുവശം. ദിൽനയും അവളുടെ ലിറ്റിൽ ബ്രദറായിട്ടുള്ള ഐസക്കും അവളുടെ ചെറിയ സഹോദരനായിട്ടുള്ള ഐസക്കും വീടിൻ്റെ പിറകുവശത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്. ലുക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. എന്നിട്ട് പറഞ്ഞു, ഐസക് വി ഷുഡ് ഗോ ഇൻസൈഡ്. ഐസക് നമുക്ക് അകത്തേക്ക് പോകണം. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാനായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. യെസ് ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ്. അപ്പോൾ ഐസക് നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടി, അത് നമുക്ക് പോകാമെന്ന് പറയും. എ ലിറ്റിൽ വെറീഡ്. കുറച്ച് ടെൻസ്ഡ് ആണ്, കുറച്ച് വെറിയുണ്ട് ഐസക്കിന്. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അകത്തേക്ക് കൂടി. ദേ വെന്റ് സ്ട്രൈറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ നേരെ കിച്ചണിലേക്കാണ് പോയത്. എന്നിട്ട് സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടുപിടിച്ചു. ഒരു പ്ലേറ്റ് ബിസ്ക്കറ്റ് അവർ കണ്ടു. ഓൺ ദ ടേബിൾ, മേശമേൽ. കുക്കീസ്, ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ഐസക് ഒരു വലിയ ചിരിയോട് കൂടിയിട്ട് ഒന്നെടുത്തു. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നെടുത്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരു കുക്കി എടുത്തു. മോം ഇറ്റ്സ് റെയിനിങ്, ഐസക് ഷൗട്ടഡ്. അമ്മേ മഴ പെയ്യുന്നുണ്ട്. ഐസക് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഉറക്കെ പറഞ്ഞു. ദർ വാസ് നോ റിപ്ലൈ. പക്ഷെ അവിടെ ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്? ആൻസർ വളരെ സിമ്പിളാണ്. ചോദ്യതാണ്, എവിടെയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്? ഇൻ ദ ബാക്ക് യാർഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾ മഴത്ത് കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ്. കൂടുതലായിട്ടും കുട്ടികളുടെ ആൻസർ യെസ് എന്ന് തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ, വാട്ട് മേ ബി ദ റീസൺ? അവിടെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു റിപ്ലൈയും ഉണ്ടായിരുന്നില്ല, എന്തായിരിക്കാം കാരണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തിനെ കുറിച്ചിട്ടുള്ളൊരു സൂചനയാണ് ഈ ഒരു ചോദ്യം. അപ്പം നമുക്ക് എന്തായിരിക്കാം കാരണം എന്നുള്ളത് അടുത്ത ഭാഗം നോക്കാം. ടിയേഴ്സ് ഓഫ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ഭയത്തിൻ്റെ കണ്ണുനീര്. അങ്ങനെ ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അങ്ങനെ അവർ രണ്ടുപേരും ലിവിങ് റൂമിലേക്ക് ഓടി. ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ അതിഥികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റൂമാണ്. മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. ലൈയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക, ഫ്ലോറിൽ നിലത്ത് കിടക്കുകയായിരുന്നു. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേ, ദിൽന അങ്ങനെ ഉറക്കെ വിളിക്കും. ഷീ ഡിഡ്ന്റ് ആൻസർ. പക്ഷേ ആൻസർ ഒന്നുമില്ല. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് അവൻ്റെ സഹോദരിയോട് ചോദിക്കുകയാണ്, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈയിങ്, ഇങ്ങനെ ഫ്ലോറിൽ നിലത്ത് എന്തുകൊണ്ടാണ് കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്. മോം വേക്കപ്പ്, ഹി ക്രൈഡ്. ഈ ഐസക് കരഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേൽക്ക്, വേക്കപ്പ് എന്ന് പറയാണ്, എഴുന്നേൽക്ക് എന്ന് പറയും.
ഡോണ്ട് വെറി ഐസക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ്. അപ്പോൾ ദിൽന പറഞ്ഞു കൊടുക്കാണ്, ഐസക് വെറി ആവൺ, ഡോണ്ട് വെറി, നീ വിഷമിക്കേണ്ട, ഷീ വിൽ ബി ഓക്കെ, അമ്മ ഓക്കെ ആയിക്കോളും. ട്രൈങ് ടു കൺസോൾ ഹിം, അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറയാണ്. ദിൽന റഷ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. റഷ്ഡ് പറഞ്ഞാൽ വേഗം പോയി. ദിൽന വേഗം അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി, ഷുക്ക് എന്ന് പറഞ്ഞാൽ ഇളക്ക, ജെന്റ്ലി എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട്. മോം പ്ലീസ് വേക്കപ്പ്, അമ്മേ വേഗം ഒന്ന് എണീക്ക്, പ്ലീസ് ഒന്ന് എഴുന്നേൽക്കുമെന്ന് ചോദിക്കുകയാണ്. ദിൽന ബെഗ്ഡ്, ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ ദിൽന യാചിച്ചു. ബട്ട് ഷീ ഡിഡിൻ മൂവ്, പക്ഷെ അമ്മ അനങ്ങുന്നില്ല. ദിൽന ട്രൈഡ് അഗെയിൻ, ദിൽന വീണ്ടും ശ്രമിച്ചു. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ, അമ്മയെ കുറച്ചുകൂടി ശക്തി അയച്ച് ഇളക്കിക്കൊണ്ട്. ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇളക്കുക. ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട്, പക്ഷേ അമ്മ ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐസക് ഈസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, ഐസക്കിൻ്റെ കണ്ണുകളൊക്കെ ഫിൽഡ് വിത്ത് ടിയേഴ്സ്, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ, ഈ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ മോം ഫെയിൻറ്റഡ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആൻസർ ചെയ്യാം. അതായത് അമ്മ ബോധം കെട്ട് കിടക്കുകയാണ്. വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്, ദിൽന അവളുടെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഷി ഷുക്ക് ഹെർ, അതായത് അവളങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്, അടുത്തതായിട്ട് ദിൽനയും ഐസക്കും എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. നെക്സ്റ്റ്, ദ കറേജ്, കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years ഓൾഡ്, ദിൽന വെറും 8 വയസ്സുള്ളൊരു കുട്ടിയാണ്. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ്, പക്ഷെ ഒരു എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി, പക്ഷെ ഒരു മൂത്ത കുട്ടി എന്ന നിലയിൽ ഷീ ഹാഡ് ടു ഡു സംതിങ്, അവൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷീ ഫെൽറ്റ് സ്കെയർഡ്, സ്കെയർഡ് എന്ന് പറഞ്ഞാൽ അവൾ പേടിച്ചു. ഷീ ഫെൽറ്റ് സ്കെയർഡ് എന്ന് പറഞ്ഞാൽ അവൾ അല്പം പേടിച്ചിട്ടുണ്ട്. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം, പക്ഷെ അവൾക്കറിയാം അവൾ കുറച്ച് കാമായിട്ട് നിൽക്കണം, കുറച്ച് ശാന്തമായിട്ട് നിൽക്കണം. ഷീ ലുക്ക്ഡ് എവ്രിവെയർ, അവൾ ചുറ്റും നോക്കി, എല്ലായിടത്തും നോക്കി. സഡൻലി, പെട്ടെന്ന്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന റിമെമ്പേർഡ്, ഓർമ്മിച്ചു, അവളും അവളുടെ ഗ്രാൻഡ് മദറും കൂടി ഒരുമിച്ച് കളിച്ചിരുന്നതായിട്ടുള്ള ഒരു കളി അവർക്ക് ഓർമ്മ വന്നു. യൂസ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ പതിവായി കളിച്ചിരുന്ന, യൂസ് ടു പ്ലേ, യൂസ് ടു ഈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പതിവായി കഴിച്ചിരുന്ന, പതിവായി കളിച്ചിരുന്ന എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്താണ്, ദിൽനക്ക് അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പതിവായി കളിച്ചിരുന്ന ഒരു ഗെയിം ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എമർജൻസി സിറ്റുവേഷനിൽ അവളുടെ അമ്മ 101 നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടുള്ളത് അവൾക്ക് ഓർമ്മ വന്നു. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നു. എമർജൻസി പറഞ്ഞാൽ ഈ അത്യാഹിത ഘട്ടങ്ങളിൽ. വാട്ട്സ് യുവർ നെയിം, വെർ ഡു യു ലിവ്? ദിൽന റിയലൈസ് ദിസ് വാസിൻ്റ് എ ഗെയിം എനിമോർ. അതായത് ഈ ദിൽനയും ഗ്രാൻഡ് മദറും കളിക്കുന്ന സമയത്ത് ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഫോൺ വിളിച്ച് കളിക്കുമായിരുന്നു. ഇങ്ങനെ വാട്ട്സ് യുവർ നെയിം, എന്താ നിൻ്റെ പേര്? വേർ ഡു യു ലിവ്, നീ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ദിൽന റിയലൈസ് ചെയ്യാണ്, ദിൽനക്ക് മനസ്സിലാവാണ് അത് ഒരു ഗെയിം മാത്രമല്ല. ഇപ്പോൾ ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു, അവൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവൾക്കിപ്പോൾ ഒരറിവുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം, എന്തുകൊണ്ടാണ് ദിൽന കാമായിട്ട് നിന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഷീ ഈസ് ദ എൽഡർ ചൈൽഡ്, ഷീ ഡിഡിൻ വാണ്ട് ഹെർ ലിറ്റിൽ ബ്രദർ പാനിക്. അതുകൊണ്ടാണ് ദിൽന അങ്ങനെ കാമായിട്ട് നിന്നത്. കാരണം ദിൽനയും കൂടി പാനിക് ആവാൻ നിന്നാൽ, അല്ലെങ്കിൽ കാമല്ലാതെ ഫുൾ ചവിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അവളുടെ ലിറ്റിൽ ബ്രദർ ആകെ പാനിക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദിൽന കാമായിട്ട് നിന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? ഗ്രാൻഡ് മദറിൻ്റെ കൂട്ടത്തിൽ ദിൽന കളിച്ചിട്ടുണ്ടായിരുന്ന ഗെയിം എന്തായിരുന്നു? ആൻസർ ഇങ്ങനെ നമുക്ക് എ ഗെയിം വിച്ച് ടോട്ട് ഹൗ ടു ബിഹേവ് ഇൻ എമർജൻസി. ഈ എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവളെ പഠിപ്പിച്ചതായിട്ടുള്ളൊരു ഗെയിമായിരുന്നു അത്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? ദിൽന അടുത്തതായിട്ട് എന്താ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് ചോദ്യം. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയിട്ടുള്ള വിളി. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അവൾ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി ആൻഡ് ഡയൽഡ്, എന്നിട്ട് 101 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു. ഡയൽഡ് പറഞ്ഞാൽ വിളിച്ചു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ, അതൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്, സഹായത്തിന് വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ്. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിംഗ്, അവളുടെ കൈയൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ, ഒരു ലേഡിയുടെ വോയിസാണ്, ഒരു സ്ത്രീയുടെ വോയിസാണ് ലൈൻ്റെ അപ്പുറത്ത് വന്നത്. 101, വാട്ട്സ് യുവർ എമർജൻസി? ആ ലേഡി ദിൽനയോട് ചോദിക്കുകയാണ്, 101 എന്നുള്ള നമ്പറാണ്, എന്താണ് നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ദിൽന ടുക്ക് എ ഡീപ് ബ്രെത്ത്. ഡീപ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദീർഘശ്വാസം എടുത്തു. ഹലോ, മൈ നെയിം ഈസ് ദിൽന. മൈ മോം ഈസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ ബട്ട് ഐ ക്യാൻ വേക്ക് ഹെർ അപ്പ്. ദിൽന ഈ ലേഡിയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ലൈങ് എന്ന് പറഞ്ഞാൽ കിടക്കുക. സ്റ്റിൽ ഓൺ ദ ഫ്ലോർ, ഫ്ലോറിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഐ ക്യാൻ വേക്ക് ഹെർ അപ്പ്, എനിക്ക് അവളെ ഉണർത്താൻ കഴിയുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ? അപ്പോൾ ആ ലേഡി ചോദിക്കും, എവിടെയാണ് നിൻ്റെ അച്ഛൻ? ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അപ്പോൾ ദിൽന റിപ്ലൈ കൊടുക്കുന്നത് അദ്ദേഹം അബ്രോഡിലാണ്, വിദേശത്ത് ജോലി ചെയ്യുകയാണെന്ന് പറയും. അപ്പോൾ ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ ലേഡി മൃദുവായിട്ട്, സോഫ്റ്റായിട്ട്, പക്ഷേ ഒരു സീരിയസ് ആയിട്ട്, ആ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് സംസാരിക്കുകയാണ്. ദിൽന, നീ നല്ലൊരു ഗ്രേറ്റ് ജോബ്, നല്ലൊരു ജോലിയാണ് ചെയ്തത്, നിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമെന്ന് ചോദിക്കും. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽന ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, അതായത് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ഈ അഡ്രസ്സ് പറയുന്ന സമയത്ത് വ്യക്തമായിട്ടും ഉറക്കെയും അവൾ പറയാറുണ്ട്. അപ്പം അത് ഓർത്തുകൊണ്ട് അവൾ പറയും. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ, ക്ലിയർലി പറഞ്ഞാൽ വ്യക്തമായിട്ട്, റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ, അവളുടെ ഗ്രാൻഡ് മദർ, അവളുടെ അമ്മൂമ്മ അവളെ പഠിപ്പിച്ചതുപോലെ. ടോട്ട് എന്ന് പറഞ്ഞാൽ ടീച്ച്, ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ദിൽന പറയുന്നത്, ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പടി. അവളുടെ അഡ്രസ്സ് പറയാണ്, ഞാൻ 1203 എന്നുള്ള ഹൗസ് നമ്പറിലാണ്, രാംനഗർ സ്ട്രീറ്റിലാണ്, ചെറുവപ്പടി എന്നുള്ള സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. അപ്പോൾ ആ ലേഡി തിരിച്ച് പറയുന്നത്, ദിൽന താങ്ക് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് പറയും, സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൻറ്റിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ, ഓക്കെ? ദിൽന അഗ്രീഡ്. പറയും, എൻ്റെ കൂടെ ഫോണിൽ എന്നെ സ്റ്റേ ചെയ്യാം, എൻ്റെ നിൽക്കണം, ഒരിക്കലും കട്ടാക്കി പോകരുത്. ആ ഒരു ഫയർമാൻ എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കാൻ വേണ്ടി വരികയല്ല, ദിൽനയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവളുടെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഫയർമാൻ എത്തുന്നത് വരെ എൻ്റെ കൂടെ ഫോണിൽ തന്നെ നിൽക്കണം എന്ന് പറയും. ദിൽന അഗ്രീഡ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? ദിൽന ആരെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്? 101 ദ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് വിളിച്ചത്. വാട്ട് ഡിഡ് ദ ലേഡി സേ? എന്താണ് ആ ലേഡി പറഞ്ഞത് എന്ന് വെച്ചാൽ, ആ ഒരു ഫയർമാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ചേരും, ഒരിക്കലും അവളോട് ആ ഒരു ലൈനിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഇഫ് യു വെർ ദിൽന വാട്ട് വുഡ് യു ഡു? ഇത് കുട്ടികൾ ചിന്തിച്ച് തന്നെ എഴുതണ്ടേ. അവളുടെ ഇമാജിനറി ഭാവന വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. അതായത് നിങ്ങളൊരു ദിൽനയാണെങ്കിൽ, ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. റിലീഫ്, ആശ്വാസം. ദിൽന ഹിയർഡ് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിൻ വരുന്നതിൻ്റെ, അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ വരുന്നതിൻ്റെ സൈറൻ ദിൽന കേൾക്കും. ഹിയർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കും. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തന്നെ ഡോറിൽ ഒരു നോക്ക് കേൾക്കും. നോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട്, ആ ഒരു സൗണ്ടിലുള്ളൊരു മുട്ട് കേൾക്കും. അതായത് ഒരു ഫയർമാൻ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്. ആ ഫോണിലുള്ളതായിട്ട് ലേഡി പറയും, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. ദിൽന ആ ഡോറ് തുറക്ക്, അത് സേഫാണ്, പ്രശ്നമൊന്നുമില്ല. ദ ഫയർമാൻ ആർ ദർ.
ഫയർമാൻ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയും. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ഓടും, എന്നിട്ട് അത് തുറന്നു കൊടുക്കും. 2 ഫയർമാൻ റഷ്ഡ് ഇൻ. 2 ഫയർമാൻ റഷ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ കുതിച്ച് കയറും. ദിൽന ലെഡ് ദം ടു ദ ലിവിങ് റൂം. അവരെ ദിൽന ലിവിങ് റൂമിലേക്ക് നയിക്കും. ലെഡ് ദം എന്ന് പറഞ്ഞാൽ നയിക്കുക. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അവളുടെ അമ്മ എപ്പോഴും ഫ്ലോറിൽ കിടക്കുകയാണ്. ലൈയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ലൈയിങ്, അപ്പോഴും കിടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്, അവിടുന്ന് എഴുന്നേറ്റിട്ടോ ഒന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹു കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്. ദിൽനയെയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ, സഹായിക്കാൻ ആരാണ് വന്നത്? ദ ഫയർമാൻ. നെക്സ്റ്റ് ഭാഗം നോക്കാം. ടൈംലി ഹെൽപ്പ്, സമയത്ത് തന്നെയുള്ള സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഫയർമാൻ അവളുടെ അമ്മയെ പരിശോധിക്കും, എന്നിട്ട് അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ശുശ്രൂഷ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ, അല്ലെങ്കിൽ തീപ്പൊള്ളലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പ്രാഥമികമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ. ഇപ്പോൾ ഈ ഫയർമാന് ഈ അവളുടെ അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. അങ്ങനെ മെല്ലെ അമ്മ കണ്ണുകൾ തുറക്കും. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അങ്ങനെ ഒരു ഫയർമാന് അവൾക്ക് കുറച്ച് വാട്ടർ കൊടുക്കും, കുറച്ച് വെള്ളം കൊടുക്കും, അവളെ കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഐസക് സന്തോഷത്തോടെ ഉറക്കെ അമ്മ എന്ന് വിളിക്കും. മോം, ദീസ് പീപ്പിൾ ഹെൽപ്പ് ഡസ്, ദിൽന സെഡ്. ദിൽന പറഞ്ഞ്, അമ്മേ, ഇവരാണ് നമ്മളെ സഹായിച്ചത്. താങ്ക് യു, ദ മദർ സെഡ് സോഫ്റ്റ്ലി. അമ്മ മൃദുവായിട്ട് സോഫ്റ്റായിട്ട് പറയും താങ്ക് യു. സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. ഫയർമാൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട്. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. ആ ഫയർമാനിൽ വന്ന ഒരാൾക്കാരില്ല, രണ്ടിലാരോ ഒരാൾക്കാർ അമ്മയോട് പറയും, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. നിങ്ങളുടെ മകള് ഒരു നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത്, അവളൊരു ഹീറോ ആണെന്ന് പറയും. ദിൽന ഫെൽറ്റ് ഹാപ്പി. ദിൽനക്ക് നല്ല സന്തോഷമാവും. ഫെൽറ്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ദിൽന അഡ്മിറ്റഡ്. എന്നിട്ട് അപ്പോൾ ദിൽന പറയാണ്, ശരിക്കും ഞാൻ നല്ല പേടിച്ചു പോയിട്ടുണ്ട് എന്ന് പറയും. അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ദിൽന പറയാണ്. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഞാൻ എന്താണോ ഞാൻ ചെയ്യേണ്ടത് അതാണ് ചെയ്തത് എന്ന് പറയും. അങ്ങനെ പാറ്റഡ് എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് തട്ടാണ്. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ആ ഒരു ഫയർമാന് ചിരിച്ചുകൊണ്ട് അവളെ മൃദുവായിട്ട് തട്ടും. അങ്ങനെ പുറത്ത് അവളെ അഭിനന്ദിച്ചുകൊണ്ട് തട്ടും. അടുത്ത 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഫയർമാൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. എന്താ ചെയ്തത്? ദ ഗേവ് ഫസ്റ്റ് എയ്ഡ്. അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. ഈ ദിൽന ഒരു ഹീറോ ആണെന്നുള്ളത് എന്തുകൊണ്ടാണ് ഫയർമാൻ പറഞ്ഞത്? ബിക്കോസ് ദിൽന ഡയൽ ദ ഹെൽപ്പ് ലൈൻ നമ്പർ ആൻഡ് ഇൻഫോം ദ കണ്ടീഷൻ ഓഫ് മദർ. അതായത് ദിൽന എന്താണ് അവളുടെ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് അമ്മേൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് ടൈംലി ഹെൽപ്പ് ചെയ്യാനും അവളുടെ അമ്മക്ക് സുഖപ്പെടാനും ഒക്കെ സാധിച്ചത്. അടുത്ത ഭാഗം നോക്കാം. അവാർഡ് ഫോർ ബ്രേവറി. ബ്രേവറി എന്ന് പറഞ്ഞാൽ ധൈര്യം, ധൈര്യത്തിനുള്ള അവാർഡ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം, ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം, ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. ദ ഗേവ് ഹെർ ആൻ അവാർഡ്. അവൾക്കൊരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ അവൾക്കൊരു ഹീറോ പോലെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി. അവൾ ഹാപ്പിയാണ് കാരണം അവളുടെ അമ്മ സേഫാണ്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്. അങ്ങനെ അവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിരിഞ്ഞതിന് ശേഷം, അവിടുന്ന് മടങ്ങിയതിന് ശേഷം ദിൽന ടേൺ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു, ഐസക്കിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയും, യു നോ
ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. യു നോ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ, ഒരു അത്യാഹിത സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. അമ്മൂമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ നിനക്കും പഠിപ്പിച്ചു തരാമെന്ന് പറയാണ്. ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു തരിക. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസക്ക് അവൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് നോക്കും, എന്നിട്ട് ചിരിക്കും. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. ദിൽനയോട് പറയുന്നത്, ദിൽന നന്ദി, നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? എന്തുകൊണ്ടാണ് ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത്? എന്തിനാണ്? ടു ഗീവ് ആൻ അവാർഡ്. വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? ദിൽനക്ക് എന്തുകൊണ്ടാണ് അവളെ ഒരു ഹീറോ ആയിട്ട് തോന്നാത്തത്? ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ഡ്യൂട്ടി വിൽ സേവ് എ ലൈഫ്. അതായത് അവളുടെ അമ്മയെ സേഫാക്കുക, അല്ലെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ടൈംലി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അവളുടെ ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ടാണ് അവൾക്കൊരു ഹീറോ പോലെ തോന്നാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ലെസൺ, ഒരു പാഠം എന്താണെന്നുള്ളതാണ് ചോദ്യം. എ ടൈംലി ഹെൽപ്പ് വിൽ സേവ് എ ലൈഫ്. ഒരു സമയത്തിനുള്ളൊരു ഇടപെടൽ, സമയത്തിനുള്ളൊരു സഹായം ഒരു ജീവൻ രക്ഷിക്കാൻ തന്നെ കാരണമാകുന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് ഡിബോറ ലൈൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു കഥയാണ്. ഒരു ചെറിയൊരു ഹീറോയെ കുറിച്ചിട്ടുള്ള കഥയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം.